മുഖം ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രൈറ്റ് ആവാനും ഗ്ലോ ആകാനും അടിപൊളിയായിട്ട് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ഫേഷ്യൽ ലിപ്തൻ കാണിച്ചു തരട്ടെ. ഇത് ഞാനത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ റിസൾട്ടാണ്. സ്കിൻ അടിപൊളിയായിട്ട് ഗ്ലോ ആകും. ഒരു സ്പെഷ്യൽ ഫംഗ്ഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ഇത് പ്രിപ്പയർ ചെയ്ത് വെച്ച് യൂസ് ചെയ്താൽ മതി. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ്, ബേസൻ, ഗ്രാം ഫ്ലോർ എന്നൊക്കെ പറയും. അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും അതുപോലെ ചന്ദനത്തിൻ്റെ പൊടിയും പിന്നെ കുറച്ച് ഓറഞ്ച് പീൽ പൗഡർ ഉണ്ട്, പിന്നെ കുറച്ച് നീം പൗഡറും ഉണ്ട്. ഇതൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞത് ഇതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന് കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ പറഞ്ഞുതരാം. ആദ്യം നമ്മൾക്ക് വേണ്ടത് ബേസായിട്ട് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വേണ്ടത് കടലമാവാണ്. അപ്പോൾ നിങ്ങളത് ഒരു 5 സ്പൂൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെയിം സ്പൂണിൽ തന്നെ മഞ്ഞൾ ഒരേ ഒരു സ്പൂൺ എടുക്കുക. ഇനി മഞ്ഞൾ ഒട്ടും പറ്റാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യുക. കുറച്ച് ക്വാണ്ടിറ്റി യൂസ് ചെയ്യുന്നതാണ് നല്ലത് എന്നാണെങ്കിൽ ഒരു 1/2 സ്പൂൺ എടുത്താലും കുഴപ്പമില്ല. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം 2 സ്പൂൺ വെച്ച് എടുക്കുക. ഒരു കപ്പ് മെഷർമെൻറ്റിൽ എടുത്താൽ പോലും നമ്മൾ ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്താൽ മാത്രം മതി. കടലമാവ് എപ്പോഴും നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കുന്നതിൻ്റെ ഡബിൾ ആയിരിക്കണം. ബാക്കിയുള്ളതൊക്കെ തന്നെ നന്നായിട്ട് സ്കിന്നിൽ വർക്ക് ആവുന്ന കുറച്ച് എഫക്റ്റീവ് ആയിട്ടുള്ള, അതായത് ഭയങ്കര കുറച്ച് പാവമല്ല, അത്ര സ്ട്രോങ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അതുകൊണ്ട് കടലമാവ് ആകുമ്പോൾ കുറച്ചും കൂടെ പാവമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. സോ അത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്ത് ബേസാക്കി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ കുറച്ചെടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് യൂസ് ആക്കേണ്ട സമയമാകുമ്പോൾ ജസ്റ്റ് ഇതൊന്ന് എടുത്തിട്ട് നന്നായിട്ട് തേനും റോസ് വാട്ടറും ചേർത്ത് മിക്സ് ആക്കാം. അല്ലാന്നുണ്ടെങ്കിൽ തൈര് ചേർത്ത് മിക്സ് ആക്കാം. നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ സ്കിൻ ആണെങ്കിൽ തൈര്, പാലൊക്കെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാലിലും കയ്യിലും ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തൈര് യൂസ് ചെയ്താൽ സൺ ടാനൊക്കെ മാറാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. പിന്നെ ഇത് നമുക്ക് മുഖത്ത് മാത്രമല്ല കേട്ടോ, നമുക്ക് ഫുൾ ബോഡി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബോഡി പാക്കായിട്ടും നമുക്കിത് വർക്കാകും. ഫേസ് പാക്ക് ഓൾസോ ബോഡി പാക്ക് എല്ലാം ആയിട്ട് നമുക്ക് യൂസ് ആക്കാം. ആഴ്ചയിൽ 2 ദിവസം വെച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബോഡി ആണെങ്കിൽ നമുക്ക് അത്രയും വലിയ മെനക്കെടാനൊന്നും പറ്റാത്തവരാണെങ്കിൽ 1 ദിവസമെങ്കിലും യൂസ് ആക്കാം കേട്ടോ. ഫേസിൽ 2 ദിവസമെങ്കിലും 3 ദിവസമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. മിനിമം ഒരു 2 ദിവസമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഇത് വെയിറ്റ് ചെയ്യുക. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആകും. അപ്പോൾ വെള്ളം തളിച്ച് കൊടുത്തിട്ട് ചെറിയൊരു മസാജ് കൊടുത്ത് വാഷ് ചെയ്താൽ മതി. എല്ലാ ദിവസവും മസാജ് ചെയ്യേണ്ട, ആഴ്ചയിൽ ഒരേ ഒരു ദിവസം മാത്രം മസാജ് കൊടുത്താൽ മതി. നന്നായിട്ട് സ്കിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യും, നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കും. എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമുക്ക് ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തും. യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്കും ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും, ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ.